സീത, സീത, പ്രിയ, സീത എവിടെ? റൂമിലുണ്ടോ? ഇല്ല റാം. പിന്നെ എവിടെ പോയി? കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്തോ പറയാനുണ്ട്, വേഗം വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. റാം, സീത എവിടെയും കാണുന്നില്ല. ഞാനും ഒരുപാട് നേരമായിട്ട് അവളെ അന്വേഷിക്കുന്നേ. അവളുടെ ഫോണാണെങ്കിൽ റൂമിൽ താഴെ വീണ് കിടക്കുകയായിരുന്നു. എന്തു പറ്റി? അല്ല, ഭാർഗവിയുടെ അവളെയും കാണുന്നില്ലല്ലോ. എനിക്കും അറിയില്ലട സത്യ, കുറച്ചു നേരമായിട്ട് കാണുന്നില്ല. ചെറിയച്ച, ഞാൻ അവരെ നോക്കിയിരുന്നു. അവരെ ഇവിടെ എവിടെയും കാണുന്നില്ല. നീ സത്യങ്ങളൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോ നിന്റെ പ്രിയപ്പെട്ട സീതമ്മ ഈ ഭൂമിയിലുണ്ടാവില്ല. അപ്പോ അന്ന് പറഞ്ഞതുപോലെ ഭാർഗവി ആന്റി സീതമ്മയെ കൊന്നുകളയോ? സുബി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അല്ല, ഭാർഗവിമേം എന്തിനാ സീതയെ ഉപദ്രവിക്കുന്നത്? മോളെ, നീ ഒന്നും ആലോചിച്ചു കൂട്ടണ്ട. വെറുതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇല്ല അച്ഛാ, ഭാർഗവി ആന്റി ശരിക്കും ദുഷ്ടയാ. അവരെന്റെ സീതമ്മയെ കൊന്നുകളയും. എനിക്കെന്റെ സീതമ്മയെ വേണം. സുബി, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഭാർഗവി മേമ സീതമ്മയെ കൊന്നുകളയുന്നൊക്കെ അങ്ങനെയൊക്കെ അന്ന് ഭാർഗവി ആന്റിയാ പറഞ്ഞത്. സീതമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും, അവരെ കൊന്നുകളയുന്നൊക്കെ. മേമ അങ്ങനെ പറയാൻ ഒരു ചാൻസും ഇല്ല. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാം മോളെ. മേമ അങ്ങനെ ഒരാളല്ല. എടാ, ഇപ്പോ സുബി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കേണ്ട സമയമല്ല. നമുക്ക് പോയി സീത എവിടെ ഉള്ളതെന്ന് നോക്കാം. ഭാർഗവി എവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. അങ്ങോട്ട് പോവാം. അയ്യോ ഭഗവാനെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്താ ഇതൊക്കെ? ആ കുഞ്ഞെന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേ? അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കെ. നമ്മുടെ സീതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അതെ സർ, റാമു അശോകും പോയി നമ്മുടെ സീതയെ സേഫ് ആയിട്ട് കൊണ്ടുവന്നോളൂ. പ്ലീസ് ഡോണ്ട് വറി. അയ്യോ, ഭാർഗവി ആന്റി സീതമ്മ എന്തെങ്കിലും ചെയ്തു കളയോ? അതിനു മുമ്പ് സീതമ്മയെ അച്ഛൻ കണ്ടുപിടിക്കണം. സീതമ്മ എവിടെയാ ഉള്ളതെന്ന് സുബിക്ക് പറഞ്ഞു കൊടുക്കാം. വിശ്വ, കാറടുകളാ, നമുക്ക് പോവാം. എനിക്കെന്താ ഇവിടെ ഇരിപ്പുറക്കുന്നില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. ബുദ്ധിമുട്ടാവുന്നുണ്ടോ? പിന്നെ എന്റെ കാര്യത്തിലെ തലയിട്ട ഞാൻ എന്താ വേണ്ടെന്ന് പറ. വെറുതെ വിടണോ? അമ്മേ, നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യുന്ന കാര്യം റാം അറിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. രാമനോ? അവനോട് ഇതാര് പറയാനാ? അവനൊരു പാവാ സീത, വെറും സാധു. അവൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? ഈ മേമേനെ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നവനാ രാമൻ. അത് മാത്രമല്ല, ഈ മേമയാ അവന്റെ ജീവൻ. അവന്റെ ജീവൻ പോയാലും എന്റെ മേലുള്ള അവന്റെ വിശ്വാസം പോവില്ല. അത്ര വിശ്വസിച്ചിട്ട് നിങ്ങൾ വഞ്ചന കാണിച്ചില്ലേ? നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? അവരുടെ അച്ഛനെയും അമ്മയും നിങ്ങളാണ് കൊന്നതെന്ന് റാം അറിഞ്ഞു കഴിഞ്ഞാ അവരുടെ ഹൃദയം തകർന്നു പോവും. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നത്? അതൊന്നും നിന്റെ മുമ്പിൽ പറയേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല. അല്ല, സത്യം അറിയാനുള്ള നിന്റെ ഈ ഉത്സാഹം എന്തിനാ?
രാമനെ കല്യാണം കഴിച്ചതുകൊണ്ടാ നീ അർഹിക്കുന്നതിനേക്കാളും വലിയൊരു ജീവിതം നിനക്ക് കിട്ടിയത്. ചുമ്മാ ഇരുന്ന് അതങ്ങ് എൻജോയ് ചെയ്തുകൂടായിരുന്നു. അല്ലാതെ അതൊക്കെ മറന്ന് ആവശ്യമില്ലാത്തതിൽ തലയിട്ട അത് നന്നായിരിക്കില്ല. എന്ത് ചെയ്യുമെന്നാ? നിങ്ങൾക്കെന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാ? വേണ്ട സീത, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. തലയ്ക്ക് വെളിവില്ലാത്ത നിനക്ക് ഇപ്പോഴാ സുഖമായത്. ഒരു തവണ മരണത്തിന്റെ കവാടം മുട്ടിയിട്ട് വന്നവളാ നീ. വീണ്ടും വീണ്ടും എനിക്കെതിരെ നിന്ന് മരണത്തെ വിളിച്ചു വരുത്തണോ? എന്റെ കൂടെ എന്റെ റാമുള്ള കാലത്തോളം എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എന്റെ ഭർത്താവിന്റെ സ്നേഹം എന്നെ എന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. സ്നേഹം, സ്നേഹം. നീ പറയുന്ന സ്നേഹത്തിന് ജീവൻ നിലനിർത്താൻ എത്ര ശക്തിയുണ്ടോ, കൊല്ലാനുള്ള ശക്തിയും അത്ര തന്നെ ഉണ്ടടി. നേരത്തെ എന്നോട് കാരണം ചോദിച്ചില്ലേ? സ്നേഹം. അതേ സ്നേഹത്തിന് വേണ്ടിയാ ഞാൻ എന്റെ ഇന്ദ്രനെയും വാണിയെയും കൊന്നുകളഞ്ഞത്. ഭാർഗവി ആന്റി എന്തെങ്കിലും ചെയ്ത് സീതമ്മ ഇവിടുന്ന് കൊണ്ടുപോയാലോ? വേണ്ട വേണ്ട, അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അച്ഛൻ ഇങ്ങോട്ട് വന്നാ ഭാർഗവി ആന്റി ബാഡ് ആന്റി ആണെന്ന് അച്ഛന് മനസ്സിലാവും. ഭാർഗവി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം പോയല്ലോ. അവിടെയൊന്നും ഇല്ല അവള്. ഇതിലെ ലെഫ്റ്റ് എടുക്ക. അല്ല ചെറിയച്ച, നമ്മുടെ ഭാർഗവിമേം എന്തിനാ ഇങ്ങോട്ടൊക്കെ വരുന്നത്? നിനക്ക് ഭാർഗവി ആരാണെന്ന് അറിയില്ല രാമ. പ്ലീസ് ലെഫ്റ്റ് എടുത്ത് പോടാ. ഇവിടെ അവളില്ല. എങ്കിൽ വേറൊരു സ്ഥലത്ത് നോക്കാം. വാ, വേഗം കയറി മോളെ. എടാ കേറ്. ചെറിയച്ച, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഭാർഗവിമേയാണ് സീത കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് കോൾ ചെയ്ത് ചെക്ക് ചെയ്താ പോരെ? ഒരു മിനിറ്റ്, ഞാൻ വിളിച്ചു നോക്കട്ടെ. രാമ, നീ എത്ര വട്ടം ഫോൺ ചെയ്താലും അവരെടുക്കില്ല. മേമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ഷിറ്റ്, ഇനി എവിടാന്ന് വെച്ചാ നോക്ക. അറിയില്ല രാമ, പക്ഷെ കണ്ടെത്തിയേ പറ്റൂ. സീതമ്മ എവിടെയാണോ എന്തോ. ആ ഭാർഗവി ആന്റി എന്റെ സീതമ്മ എന്തെങ്കിലും ചെയ്ത് എന്റെ സീതമ്മയ്ക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കോ? അങ്ങനെ സംഭവിക്കരുത്. എനിക്ക് സീതമ്മ ഇല്ലാതെ പറ്റൂല. അവരില്ലാതെ എനിക്ക് കഴിയില്ല. പ്ലീസ് സിഹി, സീതമ്മയെ കണ്ടെത്താൻ നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണേ. സുബി, സ്നേഹത്തിന് വേണ്ടി കൊന്നോ? നിങ്ങൾ ചെയ്ത ഈ നീച പ്രവൃത്തിയെ പവിത്രമായ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കുന്നോ? സ്നേഹം പവിത്രമാക്കപ്പെടുന്നത് നമ്മൾ ആഗ്രഹിച്ച സ്നേഹം നമുക്ക് കിട്ടുമ്പോഴാ. പക്ഷെ ആ സ്നേഹം നിരാശയായി മാറിയ ആ സ്നേഹം ശത്രുവായി മാറും. നിനക്കെന്താ സീത? നീ ആഗ്രഹിച്ച രാമന്റെ സ്നേഹം നിനക്ക് കിട്ടിയില്ലേ? പക്ഷേ എന്റെ സ്നേഹം, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് എന്റേതായില്ല. ഇന്ദ്രൻ എന്റെ സ്വന്തം അമ്മാവന്റെ മകനാ. അവനോട് കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു. എന്നെങ്കിൽ ഒരിക്കല് ഞാൻ ഇന്ദ്രനെ കല്യാണം കഴിക്കുന്നതും സ്വപ്നം കണ്ടിട്ടാ ഞാൻ വളർന്നത്. എന്നാൽ അവൻ എന്നെ വഞ്ചിച്ചു കളഞ്ഞില്ലേ? എന്റെ ഇന്ദ്രൻ എന്നോട് വഞ്ചന കാണിച്ച ആ വാണിയെ കല്യാണം കഴിച്ചു. എന്റെ കൺമുമ്പില്
അവര് രണ്ടുപേരും സ്നേഹത്തോടെ സന്തോഷായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് ഞാൻ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ജീവിക്കണായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടാതെ പോയ സ്നേഹം ആ വാണിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാ അവരെ രണ്ടുപേരെയും മലമുകളിൽ നിന്ന് ഞാൻ തള്ളിയിട്ടത്. എന്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ അവരെ തള്ളിയിട്ടത്. പക്ഷേ ഞാൻ എന്റെ ഇന്ദ്രനെ കൊന്നിട്ടില്ല സീത. ഞാൻ കൊന്നു കളഞ്ഞത് എന്നോട് വഞ്ചന കാണിച്ച സ്നേഹത്തെയാ. എനിക്ക് കിട്ടാതെ പോയ സ്നേഹത്തെയാ ഞാൻ കൊന്നു കളഞ്ഞത്. നിങ്ങൾക്ക് സ്നേഹം കിട്ടിയില്ലെന്ന് കരുതി മറ്റൊരാളുടെ സ്നേഹം ഇല്ലാതാക്കി കളയാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി റാമിന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവൻ നിങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കൊന്നു കളഞ്ഞതൊരു ചതിയനെയാണ്. അവനെ കൊല്ലാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നു. എന്റെ വിദ്വേഷം ഇന്ദ്രനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അവന്റെ മകൻ രാമൻ അവനോടുണ്ടായിരുന്നു. അവന്റെ മേലെ എന്റെ പക വളർന്നു വന്നു. ഇന്ദ്രൻ മരിച്ചതെന്നാണോ അന്ന് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു അച്ഛൻ ചെയ്ത തെറ്റിന് അവന്റെ മകൻ ശിക്ഷ അനുഭവിക്കണമെന്ന്. എന്നിട്ട് രാമന്റെ ആദ്യത്തെ പ്രണയം ഇല്ലാതാക്കിയത് ആരാണെന്ന് കരുതിയ ദി ഗ്രേറ്റ് ഭാർഗവി തന്നെ. ഈ ഭാർഗവി തന്നെയാണ് ആ ചാന്ദ്രിയോട് ഇവനെ ഭ്രാന്തമായി സ്നേഹിച്ചിട്ട് ബ്രേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാനാടി. എന്തിനാ എന്റെ റാമിനോട് ഇത്ര അനീതി കാണിക്കുന്നത്? നിന്റെ രാമനോട് അനീതിയോ? അപ്പൊ പിന്നെ എനിക്ക് നടന്നതെന്താ? എനിക്ക് നടന്നതെന്താ സീത? നിങ്ങൾക്കൊക്കെ ഒരു നീതിയും എനിക്ക് എന്താ മറ്റൊരു നീതിയുമാണോ? എന്റെ ഇന്ദ്രന്റെ സ്നേഹത്തിന് വേണ്ടി ചെറുപ്പം മുതലേ കാത്തിരുന്നവളാണ് ഞാൻ. ഇന്ദ്രനെ കല്യാണം കഴിച്ച് അവന്റെ കൂടെ സ്നേഹത്തോടെ സന്തോഷമായി കുടുംബത്തോടെ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നവളായിരുന്നു ഞാൻ. പക്ഷേ എന്റെ സ്വപ്നങ്ങളൊക്കെ നശിച്ച് മണ്ണടിഞ്ഞു പോയി. എന്നിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു ഉപകാരമില്ലാത്ത ആ വിഷയെ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചു. നമ്മുടെ രാമൻ ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഡിപ്രഷനിൽ പോയതാ. ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കഴിയാതെ മലേഷ്യയിലേക്ക് രക്ഷപ്പെട്ടില്ലേ? അതിന്റെ കാരണക്കാരി ആരാ? ഞാനാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ രാമൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു. ഓഫീസിൽ വെച്ചവൻ നിന്നെ പരിചയപ്പെട്ടു. നിങ്ങളുടെ പ്രേമ പ്രയാണം ആരംഭിച്ചു. അല്ല സീത, നിനക്ക് രാമനെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ? വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. മറ്റെല്ലാ കാര്യങ്ങളും നീ വിട്ടേക്ക്. എന്നാ പാവ നിന്റെ സിഹിയെ നിനക്ക് നഷ്ടമായിരുന്നില്ല. അപ്പോ സിഹിയെ നിന്റെ സിഹിയെ കൊന്നുകളഞ്ഞതും ഈ ഞാൻ. അച്ഛാ, ഇതേ വഴിയിലൂടെ മുന്നോട്ട് പോ. എങ്ങോട്ട് പോവാനാ മോളെ? സീതമ്മയുള്ള സ്ഥലം എനിക്കറിയാം. മുന്നോട്ട് പോ. നിനക്കറിയാവുന്നോ? ആ അച്ഛാ, എനിക്കറിയാം. പോ. അല്ല മോളെ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാവുന്നേ? എടാ, നീ അധികമൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും. ഇപ്പോ നീ അവളോട് ചോദ്യം ചോദിക്കണ്ട. സീത എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നതാ ഇമ്പോർട്ടന്റ്. അവൾ എങ്ങോട്ടാ പറയുന്നത്, നീ അങ്ങോട്ട് വണ്ടി ഓടിക്കേ. അച്ഛാ, ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് എടുത്തേക്ക് പോ. ഇത് ഗുബ്ലാനിലേക്കുള്ള വഴിയാ, എനിക്കതറിയാം. ഇതും ഭാർഗവിയുടെ ഒരു ഒളിത്താവളം തന്നെയാ.
ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചത്? എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എന്തിനാ? ആ കൊച്ചുകുട്ടിയെ കൊല്ലാനുള്ള മനസ്സ് എങ്ങനെയാ നിങ്ങൾക്ക് വന്നത്? പറയേ. നിന്റെ രോദനം കേട്ട് 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 മടുത്തു എനിക്ക്. നീയും രാമനും ഒരുമിക്കാൻ കാരണം ആ സിഹിയാണ്. കല്യാണം കഴിക്കാനുള്ള കാരണവും ആ സിഹിയ. പിന്നെ അവള് നിങ്ങളുടെ കുട്ടിയായി കഴിഞ്ഞാ മൊത്തം ആസ്തിയും ആ കുട്ടിയുടെ പേരിലേക്ക് മാറില്ലേ? അതായിരുന്നു എന്റെ മുമ്പിൽ അടുത്ത പ്രശ്നം. ഇന്ദ്രൻ എനിക്ക് സ്വന്തമാക്കാനായില്ല. എന്നാൽ ആസ്തിയെങ്കിലും എന്റെ സ്വന്തമാക്കണം എന്നതായിരുന്നു എന്റെ പ്ലാൻ. എന്നാ നീയോ മറ്റൊരു കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് എന്റെ വഴി ക്ലിയർ ആയി കിട്ടി. നീയും നിന്റെ സിഹിയും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാനൊന്ന് അടങ്ങി. പക്ഷെ നിന്റെ മോള് സിഹി എന്റെ സമാധാനത്തില് കല്ലെടുത്തിട്ടു. എന്റെ മകൾ നിങ്ങളോട് എന്താ ചെയ്തത്? അവളോട് എന്തിനാ ഇത്ര ദേഷ്യം? എന്ത് ചെയ്തെന്നോ? ആ രാമൻ അവളാണ് മകളെന്നും പറഞ്ഞ് തല കയറ്റി നടത്തുവല്ലായിരുന്നോ? അത് കണ്ട് വെറുതെ സഹിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അവളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ബോർഡിംഗ് സ്കൂളിലാക്കിയത് ഞാൻ കാരണം. പക്ഷെ അവള് അധിക ദിവസം അവിടെ നിന്നില്ല. അപ്പോഴേക്കും ആ രാമൻ മൊത്തം സ്വത്തും സിഹിയുടെ പേരിലേക്ക് മാറ്റൂന്നും പറഞ്ഞ് അവളെ ദത്തെടുക്കാൻ പോലും റെഡിയായിട്ട് വന്നതാ. ഞാൻ കഷ്ടപ്പെട്ട ആസ്തി, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആസ്തി ആ കുട്ടിയുടെ പേരിലേക്ക് മാറുന്നത് നോക്കി നിൽക്കണായിരുന്നോ ഞാൻ? അതൊന്നും പോരാതെ എന്റെ സീക്രട്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് ആ രാമനോട് പറയൂന്നും പറഞ്ഞു പോയില്ലേ? വെറുതെ വിടൂ. വെറുതെ വിടാൻ എനിക്ക് പറ്റോ സീത? അതുകൊണ്ടാ അവളെയും രഹസ്യമായിട്ട് എനിക്ക് തീർക്കേണ്ടി വന്നത്. നിങ്ങളുടെ ദുർബുദ്ധിയും ദുരാഗ്രഹവും കാരണം ഇത്രയില്ലാത്ത എന്റെ മകളെ നിങ്ങൾ കൊന്നുകളഞ്ഞെന്നോ? ആ പാപം നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടാതിരിക്കില്ല. മുകളിൽ ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ള ശിക്ഷ അവൻ തരും നിങ്ങൾക്ക്. ഇന്ദ്രന്റെ സ്നേഹത്തിന് വേണ്ടി എന്റെ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നവളാ. അവസാന നിമിഷം വരെ ആ സ്നേഹം എനിക്ക് കിട്ടിയില്ല. പക്ഷെ നീ ഒരുപാട് ലക്കിയ സീത. നിന്റെ മോള് സിഹി ചത്തിട്ടും നിന്റെ സിഹിമോളെ പോലുള്ള മറ്റൊരു കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി തന്നില്ലേ അവൻ? അവൻ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്താ കിട്ടിയത്? ഒന്നുമില്ല. നഷ്ടപ്പെട്ടതിനെയൊക്കെ നശിപ്പിച്ചു കളയുന്നവളെ ഈ ഭാർഗവി. ഇന്ദ്രനെയും കൊന്നു, വാണിയെയും കൊന്നു. അങ്ങനെ വീട്ടുകാരെയെല്ലാം എന്റെ താളത്തിനൊത്ത് തുള്ളുന്നവരാക്കി. അവസാനം എന്റെ കണ്ണി പിടിക്കാത്ത നിന്റെ മകള് സിഹി, അവളെ ഞാൻ കൊന്നു കളഞ്ഞതാ. പക്ഷേ എന്റെ പ്രതികാരദാഹം ഇതുവരെ അടങ്ങിയിട്ടില്ല സീത. ഒരമ്മയായ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അമ്മയായതുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. ഈ മൊത്തം ആസ്തിയും എന്റെ മകന്റെ പേരിലേക്ക് മാറ്റണമെന്ന് കരുതിയ ഞാൻ ഇത്രയൊക്കെ ചെയ്തത് സീത. അത് മാത്രമല്ല, സത്യയ്ക്കും സാധനയ്ക്കും ഒരു കുഞ്ഞുണ്ടായ സ്വത്തിന്റെ പകുതി അവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് ആലോചിച്ച് സാധനയ്ക്ക് മരുന്നുകൾ കൊടുത്ത് അവളെ ഗർഭിണിയാക്കാതിരുന്നതും ഈ ഞാൻ തന്നെയാ. തെറ്റാ ചെയ്തത്, വലിയ തെറ്റാ നിങ്ങൾ ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ എന്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാ അവര് നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. നിന്റെ ഭർത്താവ് അറിയുന്നോ? അതെങ്ങനെ? നീ പറയോ? അത്രയും നേരം നീ ജീവനോട് ഉണ്ടാവുമെന്ന് കരുതിയിരിക്കുകയാണോ സീത? നീയേ
സിഹി സിഹി എന്നും പറഞ്ഞ് കരയാറില്ലേ സീത? അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പോ.